കൊച്ചിയിൽ MDMA-യുമായി പിടിയിലായ യൂട്യൂബർ റിൻസി മുംതാസിന്റെ സിനിമാ ബന്ധങ്ങൾ പരിശോധിച്ച പോലീസ്. സിനിമാ മേഖലയിലുള്ള പ്രമുഖർക്ക് റിൻസി ലഹരി എത്തിച്ചുവെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് അന്വേഷണം. പ്രതി ഇടപാട് നടത്തിയവരുടെ ലിസ്റ്റ് പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്നും വൻതോതിൽ ലഹരി വിറ്റതിന്റെയും വാങ്ങിയതിന്റെയും കണക്കുകളും കിട്ടി. അതിനിടെ കൊച്ചിയിലെ പ്രധാന ലഹരി ഇടപാടുകാരിയായ പള്ളുരുത്തി സ്വദേശി ലിജിയെ പോലീസ് പിടികൂടി. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ലഹരി വലയിലേക്ക് പോലീസിന്റെ ഒരു കൈ എത്തുകയാണ്. ഇപ്പോൾ ഈ റിൻസി എന്ന് പറയുന്ന ആൾ എത്രത്തോളം ഇതിലൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ്, പ്രത്യേകിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രധാനപ്പെട്ട വ്യക്തിയാണെന്നാണ് പോലീസ് എത്തിയിട്ടുള്ള നിഗമനം? എങ്ങനെയൊക്കെയാണ് അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത്? ഈ ലിജിയുടെ വിശദാംശങ്ങൾ എന്താണ്? ശ്രീജ, എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ ലിജിയുടെ ഫോൺ അടക്കം പോലീസ് പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പരിശോധനയിൽ നിന്നാണ് ഈ ലഹരി ഇടപാടുകളുടെ ചാറ്റുകളും ലഹരിയുടെ ഗൂഗിൾ പേ പണം കൈമാറിയതുമായിട്ടുള്ള ഗൂഗിൾ പേ ഇടപാടുകളുടെ വിവരങ്ങളടക്കം പോലീസിന് ലഭ്യമായത്. ഇതിന് പിന്നാലെയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച നാളെ ആയിരിക്കും പ്രതിയുടെ കസ്റ്റഡി അപേക്ഷ നൽകുക. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടതിന് ശേഷം വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ റിൻസി ലഹരി ഇടപാട് നടത്തിയത്, അതായത് ഈ സിനിമാ മേഖലയിലെ ഒരു PR കമ്പനിയിലാണ് പ്രവർത്തിക്കുന്നത്. ഒപ്പം യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഇതുവഴി ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ഇടപാടുകൾ റിൻസി നടത്തിയിട്ടുണ്ട്. അവരിലെല്ലാം പ്രത്യേകിച്ച് യുവതാരങ്ങളിലടക്കം നടത്തിയ ലഹരി ഇടപാടുകളുടെ ലിസ്റ്റ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആർക്കൊക്കെയാണ് താൻ ലഹരി നൽകിയതെന്നും എവിടെ വെച്ചാണ് നൽകിയതെന്ന തരത്തിലുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ റിൻസി അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. പോലീസിന്റെ അടുത്ത ചുമതല ഈ ആളുകൾ ഇത് ഇപ്പോൾ ഒരു മൊഴി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്യുകയോ അല്ലെങ്കിൽ അവരിലേക്ക് അന്വേഷണം നീളുകയോ ഒന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. പകരം ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുൻപ് റിൻസിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. വിശദമായി ചോദ്യം ചെയ്യണം. കുറച്ചുകൂടി കാര്യങ്ങൾ റിൻസിയിൽ നിന്നും ആൺ സുഹൃത്ത് യാസറിൽ നിന്നും ഒക്കെ ചോദിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി നാളെ കസ്റ്റഡി അപേക്ഷ നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട്. ഇവരുടെ ഫോണിലെ പരിശോധനയിൽ നിന്നുമാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയും ചെയ്തത്. എന്തായാലും ആ രീതിയിലായിരിക്കും ഈ റിൻസിയുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും സിനിമാ മേഖലയിലേക്കുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് കൊച്ചിയിലെ തന്നെ പ്രധാനപ്പെട്ട ലഹരി ഇടപാടുകൾ നടത്തുന്ന യുവതിയും പിടിയിലായിട്ടുണ്ട്. ലിജിമോളാണ് പിടിയിലായിരിക്കുന്നത്. ലിജിയാണ്, പള്ളുരുത്തി സ്വദേശി ലിജിയാണ് പിടിയിലായിരിക്കുന്നത്. ലോഡ്ജിലെത്തി ലഹരി വാങ്ങുന്നതിന് വേണ്ടി ലോഡ്ജിലെത്തുമ്പോഴാണ് പോലീസിന്റെ പിടിയിലാകുന്നത്. ഇങ്ങനെ ലിജിയെ ലഹരി ഇടപാടുകാരിയാണെന്ന വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരെ ലഹരിയുമായി പിടികൂടിയത്. 24 ഗ്രാം MDMA ആണ് ഇവരിൽ നിന്നും പിടികൂടിയത്. ബംഗളൂരിൽ നിന്നും ലഹരി എത്തിച്ച് കൊച്ചിയിലെത്തിച്ച് വിദ്യാർത്ഥികൾക്കും ഈ യുവാക്കൾക്കും ഇടയിലൊക്കെ വലിയ രീതിയിൽ ലഹരി കച്ചവടം നടത്തുന്ന ആളാണ് ലിജി എന്ന് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ലിജിയയ്ക്കൊപ്പം തന്നെ അവിടെ ലഹരി വാങ്ങാനെത്തിയ മറ്റുള്ളവരെയും ഒക്കെ അന്വേഷണ സംഘം അന്വേഷിച്ചു വരികയാണ്. അവരെയൊക്കെ വരും ദിവസങ്ങൾ അല്ലെങ്കിൽ വരും മണിക്കൂറിൽ അറസ്റ്റ് ചെയ്യുമെന്നാണ് വ്യക്തമാകുന്നത്. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.